നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് 6-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പം 6-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിൽക്കുമ്പം ഒന്നാമത്തേതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൺ ഇൻ 6th ഹൗസ് ആണ്. അപ്പം സൺ ഇൻ ദ 6th ഹൗസ്. അപ്പം 6-ാം ഭാവത്തിൽ സൂര്യൻ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ജ്യോതിഷത്തെ നന്നായി സ്നേഹിക്കുന്ന, ജ്യോതിഷത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അനുകൂല ഫലങ്ങൾ നോക്കാം. ഒന്നാമത്തേത് സൺ അഥവാ രവി 6-ൽ നിന്ന് കഴിഞ്ഞാലുള്ള അനുകൂല ഫലങ്ങൾ നോക്കാം. പ്രതികൂല ഫലങ്ങളും നമുക്ക് നോക്കാം. ആദ്യം അനുകൂല ഫലങ്ങൾ നോക്കിയിട്ട് വേണമല്ലോ. 12 ഭാവങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ ഓരോ പ്ലാനറ്റും എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന കളിക്കാരാണ്. അപ്പം ഫുട്ബോൾ ഗ്രൗണ്ടാണ് 6-ാം ഭാവം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ വന്നിട്ട് കാര്യമില്ല. അപ്പോഴാണ് ആ കളിക്കാരനാണല്ലേ ഒരു അത്ലറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് അറിയാവുന്ന, അയാൾക്ക് പറ്റുന്ന സ്ഥലത്തായിരിക്കും അയാൾ ഗെയിം. വ്യാഴത്തെ പോലെ ചില ആൾക്കാർക്ക് മിക്കയിടത്തും അത്യാവശ്യം ഒപ്പിച്ച് പോകാൻ പറ്റും. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ സൂര്യൻ 6-ാം ഭാവത്തിൽ നിന്നാൽ ശത്രുക്കൾ അധികം തോൽക്കും, ബലമെല്ലാം തികഞ്ഞിടും, സമ്പത്തും കാര്യജയവും സൂര്യൻ 6-ലിരിക്കുകയിൽ എന്ന് ജാതക ദർപ്പണത്തിലെ നൈസായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. അതുപോലെ തന്നെ പ്രശ്നരീതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഉക്കണിയാൾ എഴുതിയ പ്രശ്നരീതി. അതിൽ ഷഷ്ടേ സൂര്യന് ബലവും, 6-ൽ നിൽക്കുന്ന സൂര്യന് ബലം, സേനാധിപത്യം വരിക, രാജകീയമായിട്ടുള്ള ഇതാണല്ലോ. ധനാധികം, ശത്രുക്കളിൽ ജയവും, രാജപ്രഭുക്കന്മാരിൽ നിന്നാദരവും ഉണ്ടാവും. ഇതാണ് പ്രധാനമായിട്ടും 2 ഇതായിട്ട് പറയുന്നത്. പിന്നെ ജാതക, പാരിജാതകം, അതുപോലെ പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് അനവധി പ്രമാണങ്ങൾ കിട്ടും. 6th ഹൗസിൽ സൂര്യൻ നിന്നാൽ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ പൊതുവെ ലളിതമായിട്ട് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രമാണങ്ങൾ എടുത്ത് പറഞ്ഞത്. പ്രത്യേകിച്ച് ജാതക പരിജാതകം, ജാതക ദർപ്പണം പോലുള്ള ഗ്രന്ഥങ്ങൾ, പ്രശ്നരീതി പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ അനുകൂല ഫലങ്ങൾ, ഗുഡ് എഫക്ട്സ് നമുക്കൊന്ന് നോക്കാം. ഈ 2 ശ്ലോകങ്ങളിലും ഒരു പരിധിവരെ അനുകൂല ഫലങ്ങളാണ് തന്നത്. പിന്നെ ഈ ശത്രുക്കൾ അധികം തോൽക്കും എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ശത്രുക്കൾ അധികവും തോൽക്കും എന്ന് വേണമെങ്കിൽ പറയാം. ശത്രുക്കൾ അധികം ഉണ്ടാവുമെന്നും അത് തോൽക്കും, ശത്രുക്കളുടെ മുന്നിലും തോൽക്കും. അപ്പോൾ ഓരോ വാക്കുകളെയും പ്രമാണത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് യുക്തി അനുസരിച്ച് യൂസ് ചെയ്യാനുള്ള അറിവും അനുഭവം ഉണ്ടാവണം. അത് യുക്തി അനുസരിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മറ്റ് ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് ആചാര്യന്മാർ അത് നിരീക്ഷിച്ചതെന്നുള്ളതും കൂടി ശ്ലോകങ്ങളുടെ ചേർത്താണ് അത് പഠിക്കേണ്ടത്. ഇവിടെ അനുകൂല ഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ ജയിക്കാനുള്ള ശക്തമായിട്ടുള്ള ഇച്ഛാശക്തി ഉണ്ടാകും, ശത്രുക്കൾ അധികവും തോൽക്കും എന്നുള്ളത് തന്നെ നോക്കാം. രണ്ടാമത്തേത് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. 6th ഹൗസ് അല്ലേ, കാരണം ലൈറ്റിൻ്റെ കാരകനാണ് സൂര്യൻ. സൂര്യൻ ഇല്ലാതെ പ്രപഞ്ചത്തിലൊന്നും വളരില്ലല്ലോ. അപ്പം നമ്മളുടെ ഓജസ്സിൻ്റെ കാരകനാണ്, നമ്മുടെ ജീവൻ്റെ, ആത്മാവിൻ്റെ കാരകനാണ് വാസ്തവത്തിൽ സൂര്യൻ. അതുകൊണ്ട് തന്നെ നല്ല പ്രതിരോധശേഷി. പിന്നെ സൺ എന്ന് പറയുന്നത് അതിനെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നേതൃത്വ ഗുണമാണ്. സർക്കാർ ജോലികൾ, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ശോഭിക്കുന്ന കഴിവ്, അതുപോലെ തന്നെ മത്സരബുദ്ധി, മത്സര പരീക്ഷകളിലെ വിജയം, മത്സരിക്കുന്നവരോട് ജയിക്കാനുള്ള ഒരു പ്രവണത, ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. കാര്യവിജയങ്ങളാണ് പ്രധാനമായിട്ടും. അതുപോലെ ശത്രുക്കളെ തോൽപ്പിക്കുന്നതും, ബലമെല്ലാം തികഞ്ഞിടും, സമ്പത്തുക്കളുണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളായിട്ട് ഉള്ളത്. നമുക്ക് നെഗറ്റീവായിട്ട് നോക്കാം. പ്രതികൂലമായിട്ട് ബാഡ് എഫക്ട്സ്. അച്ഛനുമായിട്ടോ, രവി അച്ഛൻ്റെ കാരകനാണ്, അച്ഛനുമായിട്ടോ മേലുദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ ഫാദർ റോള് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഗാർഡിയൻസ് ആയിട്ടുള്ള അവരുമായിട്ടോ നിരന്തരം തർക്കങ്ങളും, ഈഗോ കാരണം സഹപ്രവർത്തകരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹൃദയം, എല്ല്, കണ്ണ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, കാഴ്ച ശക്തി, കാണുന്ന ലൈറ്റിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പം ഇരുട്ടായി പോകുന്നത്,
ജീവിതത്തിൽ ഉള്ളുകൊണ്ടുള്ള ഇരുട്ടും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയാത്തതിൻ്റെ ഇരുട്ടും, അതുപോലെ തന്നെ ബോഡിയിലെ ടെമ്പറേച്ചർ, ശരിക്കും ഉഷ്ണം, ചൂട്, ഇതൊക്കെ ചിന്തിപ്പിക്കുന്നത് കുജനും രവിയുമാണ്. അപ്പം ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂസ് കൊണ്ടുള്ള രോഗങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് അവസാനം പറയാം എന്തൊക്കെ രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. എന്നാൽ പ്രധാനമായിട്ടും എല്ലിൻ്റെ വളർച്ചകൾ, മജ്ജ, കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ, ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ്, എല്ലിന് ബലപ്പെടുത്തുന്ന കാര്യങ്ങളുടെ അളവ്, ഇതെല്ലാം വൈറ്റമിൻ ഡി, അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. അപ്പം ഇതൊക്കെ പ്രതികൂലമായിട്ടുള്ള ഒരു രവിയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് നോക്കാം. 6th ഹൗസിൽ രവി നിന്നാലുള്ളൊരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ, രവി എന്ന് പറഞ്ഞാൽ എന്താ? രാജാവാണ്, ഈഗോയുടെ ആളാണ്, അപ്പം നേതൃത്വത്തിൻ്റെ ആളാണ്. അപ്പോൾ 6th ഹൗസിൽ രവി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഏരിയയിൽ രവിയുടെ കാരകത്വത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് സൂചനയാണല്ലോ. വ്യാഴം 6ൽ നിൽക്കുന്ന പോലെയല്ലോ രവി 6ൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൂചനയാണല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയാം? തൻ്റെ ജോലിയെക്കുറിച്ചും തന്നെക്കുറിച്ചും തൻ്റെ കഴിവുകളെക്കുറിച്ചും അമിതമായിട്ടുള്ള അഭിമാനം ഉണ്ടാവും. ഓവറായിട്ട് കൂടും. സെൽഫ് കോൺഫിഡൻസ് ഓവറായിപ്പോവും. കുറച്ചല്ല, കുറച്ച് കൂടുതലായിപ്പോവും. അധികാരം സ്ഥാപിക്കാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം തൻ്റെ ജീവിത മേഖലകളിൽ ഇയാൾ കാട്ടിക്കൊണ്ടേയിരിക്കും, ഒരു രാജാവിനെ പോലെ. 6 ഡെയിലി റൊട്ടീനാണ്, അപ്പോൾ ഡെയിലി കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം തൻ്റെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ടുള്ളൊരു ശ്രമം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ സ്ത്രീയാണല്ലോ പുരുഷനാണല്ലോ, മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും 6th ഹൗസിലെ രവി. അതുപോലെ തന്നെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരിക്കും. ഈ 6th, 8th, 12 ലഗ്നം, ഈ 3 ഭാഗങ്ങളിൽ രവി നിൽക്കുകയും മോശമാവുകയും ചെയ്ത് കഴിഞ്ഞാൽ നാർസിസം ഉണ്ടാവും. ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, വിശാഖത്തിൻ്റെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് രവിയുടെ മോശാവസ്ഥയാണെന്ന്. അത് ഞാൻ എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെയാണ് എന്നുള്ള, നീചം വിട്ട രാശി ഉച്ചനെ പോലെ പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ്. നീചൻ വിട്ട് വരുന്ന നക്ഷത്രപാദവും വിശാഖം തന്നെയാണ് രവിയുടെ. തുലാത്തിൽ നിന്ന് വിട്ട് വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ, അപ്പം എന്ന് പറയുന്ന ആ വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ ആ വിശാഖ നക്ഷത്രത്തിന് അതിൻ്റെ ആ നീചം വിടുമ്പം, ബൃഹന്തളയായിരുന്ന അർജുനൻ സ്വാഭാവികമായിട്ടും ഉത്തരരാജ രാജകുമാരനെ പുറകിലിരുത്തി ഏതുപോലെയാണോ കൗരവപ്പടയെ മൊത്തവും ഒറ്റയ്ക്ക് ഓടിച്ചത്, അതേപോലെ തന്നെ തൻ്റെ ഉള്ളിൽ ആ നീച ബൃഹന്തളയിൽ നിന്നും യോദ്ധാവിലേക്ക് വരുന്നത് പോലെ തന്നെ നീചനായിരുന്ന രാജാവ് തുലാത്തിൽ നിന്നും ആ നീചത്വം വിട്ട് ഉച്ചനാവാൻ തുടങ്ങുന്ന നക്ഷത്രം കൂടിയായതുകൊണ്ട് ഈ പറഞ്ഞ പല സ്വഭാവങ്ങളും ഈ വിശാഖ നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ എല്ലാ രാശിയും നിങ്ങൾ കൂട്ടി ചിന്തിച്ചോണം. കാരണം ശനിക്ക് ബലം കൂടുന്നിടത്താണ് രവിക്ക് ബലം കുറയുന്നത്, രവിക്ക് ബലം കുറയുന്നിടത്താണ് ശനിക്ക് ബലം കൂടുന്നത്. ഇങ്ങനെ അത് നോക്കിക്കണം. അത് തിരിച്ചും മറിച്ചുമൊക്കെ എല്ലാ ഗ്രഹങ്ങളുടെയും എല്ലാ നക്ഷത്രങ്ങളുടെയും സ്വഭാവങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് കുറച്ച് മെനക്കെട്ടാൽ മതി. അപ്പം നിരന്തരമായിട്ട് വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി കുറഞ്ഞിട്ട് ന്യായീകരണം ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. രവി എങ്ങനെയാണ് നിൽക്കുന്നതിനനുസരിച്ച് ആ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈഗോ ഭയങ്കര കൂടുതലായിരിക്കും. നമുക്കിപ്പോൾ ന്യായീകരണം കൂടും. എക്സ്പ്ലനേഷൻസ് വരുമ്പം ആലോചിച്ചോളുക, രവിയുടെ രീതി ഓർഡറാണ്, കാരണം രാജാവല്ലേ. എക്സ്പ്ലനേഷൻസ് വരുമ്പം ശനിയാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പം ഉറപ്പിച്ചോളൂ സ്ഥാപിക്കാനാണ്, സ്ഥാപനമാണ്, സ്ഥാപിക്കലാണ്. അപ്പോൾ ആ എക്സ്പ്ലനേഷൻസ് 6th ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഈഗോ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻസ് കൂടും. അപ്പോൾ ഒന്നും അങ്ങോട്ട് വിമർശനങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റില്ല. കടുത്ത ഈഗോ ആയിരിക്കും അത്. മനസ്സിലായി? ഇതൊരു അവരുടെ ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് ആണ്. അതുപോലെ 6th ഹൗസിലെ രവിയുടെ ചില ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ പറയാം. ഒരുപാടുണ്ട്, ചിലത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേലുദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ പൊതുവെ അപമാനത്തിൻ്റെ ആളാണ്, മാനഹാനിയുടെ ആളാണ് രവി. അപ്പോൾ ഈ 6th ഹൗസിൽ നിൽക്കുമ്പം മേലുദ്യോഗസ്ഥരിൽ നിന്നോ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാരുമായോ ബന്ധപ്പെട്ട് അപമാനങ്ങൾ സഹിക്കേണ്ടി വരിക. ഈ അടുത്ത സമയത്ത് ഒരാൾ തൂങ്ങി മരിച്ചു. സർക്കാർ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെതിരായപ്പോൾ അദ്ദേഹം
തൂങ്ങി മരിക്കുക ചെയ്തത്. എന്നിട്ട് അതിന് കാരണമായവർ ഇറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത് ശരിക്കും ആധിപത്യമാണ്, ജനങ്ങളുടെ ആധിപത്യമാണ്, നമ്മളാണ് കൂടുതൽ വരേണ്ടത്. പക്ഷേ രാജകീയമായിട്ടുള്ളത് മാറി ജനാധിപത്യം വന്നിട്ടുണ്ട് എങ്കിലും ഇന്നും ആ രാജകീയമായ പ്രൗഢി തന്നെയാണ്. ഏതാണോ ഭരണ പാർട്ടി അവർ രാജാവിനെ പോലെയാണ് പെരുമാറുന്നത്. അവരുടെ ആൾക്കാരും രാജാവിൻ്റെ ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെല്ലായിടത്തും എക്കാലവും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അധികാരം ഇരിക്കുന്നവരുടെ കയ്യിലാണ് എന്നും ചരട് എന്ന് പറയും. അത് ഇനി ജനാധിപത്യമാണെങ്കിലും ജനാധിപത്യം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും യാഥാർത്ഥ്യത്തിൽ മനുഷ്യനാണെങ്കിൽ അപൂർണനായ മനുഷ്യൻ അധികാരങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും എന്നും ഉണ്ടാവും. അത് പുരാണ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടാവും. അപ്പോൾ അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത രാജ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടായി അവിടെയും നേതൃത്വത്തിലിരിക്കുന്നവർക്ക് അവരുടേതായ ബലമുണ്ടാവും, ഉറപ്പാണ്. നമ്മളൊന്ന് സ്വയം അന്വേഷിച്ച് നോക്കിയാൽ, നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ അതുകൊണ്ട് തന്നെ രവി 6ൽ നിൽക്കുമ്പം മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ അനുഭവിക്കാനുള്ള യോഗം ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അതുവഴിയുള്ള മാനഹാനികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും കൂടി ഉറപ്പിക്കുക. ചിലപ്പോൾ സ്ഥാനമാനങ്ങളുടെ വിഷയങ്ങളിൽ അധികാര തർക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക. 6ൽ നിന്ന് കഴിഞ്ഞപ്പോൾ സർക്കാർ ജോലിയൊന്നും അല്ലെങ്കിൽ പോലും കിട്ടേണ്ടത് കിട്ടാതെ വരിക, പ്രൊമോഷൻസ് അല്ലെങ്കിൽ സ്ഥാനക്കയറ്റങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഒക്കെ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നിമിത്തം ജോലി ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടതായിട്ടുള്ള അവസ്ഥ, അത് നിമിത്തം വർഷങ്ങളോളം അവരോട് ആത്മാർത്ഥമായി നിന്നിടത്ത് നിന്ന് സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ, അല്ലെങ്കിൽ സങ്കടം കിട്ടേണ്ട അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈഗോയ്ക്ക് മുറിവേൽക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ മേലധികാരികളിൽ നിന്നോ നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്നോ കിട്ടേണ്ട അവസ്ഥ. ഇപ്പം 5ാം ഭാവാധിപനായ രവിയാണ് 6ൽ നിൽക്കുന്നതെങ്കിൽ പ്രണയത്തിൻ്റെ വിഷയങ്ങളിൽ നിന്നോ സന്താനം വഴിയോ നമ്മുടെ ക്രിയേറ്റിവിറ്റി വഴിയോ ഒക്കെ നമുക്ക് വൻ തിരിച്ചടികൾ നേരിട്ട് മനസ്സ് മുറിഞ്ഞ് പോകുന്ന അവസ്ഥ, ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ വരാം. അതിൽ നിന്നുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ വരാം. അല്ലെങ്കിൽ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളും വരാം. ഇനിയും നമുക്ക് ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. 6th ഹൗസിലെ രവി എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ളതാണ്. ഇനി 6th ഹൗസിൽ രവി നിന്നാൽ വരാൻ സാധ്യതയുള്ള കുറച്ച് രോഗങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അതൊരു പൊതു കാര്യമാണ്. പിന്നീട് ഈ 6th ഹൗസിലാണെങ്കിൽ അത് ഏത് സ്ഥാനത്ത് നിൽക്കുന്നു, ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു, ഏത് ഭാവാധിപനാണ് എന്നൊക്കെയുള്ളത്, ഏത് ദ്രേക്കാണത്തിലാണ് നിൽക്കുന്ന ഈ ഗ്രഹം എന്നൊക്കെ നോക്കിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലം പറയുന്ന കുറേ ഐഡിയാസ് ഉണ്ട്. 27 നക്ഷത്രങ്ങൾക്ക് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 36 തിരിക്കുന്ന ദ്രേക്കാണം 12x3 ഒരു രാശിയെ 3 തിരിച്ചുകൊണ്ട് 12x3 36 36 തിരിച്ചിട്ട് ഒരു ശരീരത്തെ 36 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ ഭാഗത്തിൻ്റെയും അസുഖം വരാനുള്ള സാധ്യതകളെക്കുറിച്ച്, അതുപോലെ തന്നെ 12 രാശിയെ കാലാങ്കാനി വരാങ്കമാന്നമുരോ എന്നുള്ള ഒരു ശ്ലോകം വെച്ചിട്ട് വരാഹമിഹിരൻ രാശിചക്രത്തെ 12 ഭാഗങ്ങളായിട്ട് തിരിച്ച് പറയുന്ന ഒരു കാലപുരുഷനായിട്ട് അതിനെ തിരിച്ചുകൊണ്ട്, കാലത്തിൻ്റെ പുരുഷനായിട്ട് തിരിച്ചുകൊണ്ട് ഈ 12 രാശിയിലും ഉള്ള ഓരോ ശരീരഭാഗങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് ഈ ഓരോ ഭാവത്തിലും ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് പഠിക്കാം. വാസ്തവത്തിൽ ജ്യോതിഷം പോലുള്ള ശാസ്ത്രം പഠിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ജീവിതം എപ്പോഴും സംഘർഷഭരിതമായിരിക്കും. സംഘർഷഭരിതമല്ലാത്ത ജീവിതം ആർക്കും തന്നെ ഇല്ല. അല്ലെങ്കിൽ വല്ല കോമയിൽ വല്ലതും കിടക്കുന്നവർക്കായിരിക്കണം, അവർക്കും അവരുടേതായ സംഘർഷങ്ങളുണ്ട്, അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം ജീവിതത്തിൻ്റെ യാത്രയിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ അവിടെ എന്താണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള ആയുധം, യുക്തിയാകുന്ന ആയുധത്തെ മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന ഒരു ഗംഭീര ശാസ്ത്രമാണ്
അസ്ട്രോളജി എന്നുള്ളത് കൊണ്ട് തന്നെ അസ്ട്രോളജി വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റി ആയിട്ടും കണക്റ്റഡ് ആണ്. ഭൗതികപരമായിട്ടുള്ള എല്ലാ യുക്തികളോടും കണക്റ്റഡ് ആണ്. എല്ലാത്തിനെയും കാലദേശങ്ങൾക്കനുസരിച്ച് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെയും കൂടിയാണ് പറയുന്നത്. നമുക്കിനി രവി തരുന്ന രോഗങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാം. മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങളാണ്. അതുകൊണ്ട് പണ്ട് അർക്കശംഭു എന്ന് പറയും. അർക്കനെ ശംഭുവായിട്ട് അർക്കശംഭൂരുതാകൃതോ അഖിലഗ്രഹേഷു അർക്കും എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാർഗത്തിൽ ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. 15-ാം അധ്യായം വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദേവതാ നിർണ്ണയത്തിൽ ഓരോ ഗ്രഹങ്ങൾ. അപ്പം രവിയെ കൊണ്ട് ശംഭുവിനെയാണ് ചിന്തിക്കുന്നത് പൊതുവിൽ അല്ലാതെ ഒന്നാം തിരക്കാണത്തിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടാം തിരക്കാണത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. നമുക്ക് പിന്നീട് നോക്കാം. പക്ഷെ ബേസിക്കലി രവിയെ കൊണ്ട് ശംഭുവിനെയാണ്, മഹാദേവനെയാണ് ചിന്തിക്കുന്നത്. അപ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് മൈഗ്രെയിനൊക്കെ പണ്ട് വൈദ്യന്മാർ മരുന്ന് എഴുതുന്ന സമയത്ത് ശിവപ്രീതി വരുത്താൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ മൈഗ്രെയിന് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ശിവൻ്റെ പ്രീതി വരുത്തുക. അതുപോലെ തന്നെ തലയിൽ മുറിവുകൾ ഉണ്ടാവുക, ട്രോമ ഇൻ ഹെഡ്, സ്ട്രോക്ക് വരുന്നത്, ഫീവർ, വിട്ടുമാറാത്ത ചൂട് കൂടി വരുന്ന ഫീവർ, ഫിക്സ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കാൽഷ്യം റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അനങ്ങാത്ത ബോഡി പാർട്ടുകളുണ്ടല്ലോ, ഈ മുട്ട അനങ്ങുന്നതാണ്, നമ്മുടെ താഴത്തെ ജോയ് അനങ്ങുന്നതാണ്, പക്ഷേ മേളത്തെ ദന്തനിരകൾ അനങ്ങത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ അനങ്ങുന്ന ഭാഗമാണ്. പക്ഷേ നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം അനങ്ങത്തില്ല. നമ്മുടെ ആ ബോൺ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം അനങ്ങാത്ത ബോണുകളെല്ലാം രവിയും അനങ്ങുന്ന ബോണിൻ്റെ ഭാഗങ്ങളെല്ലാം ഈ ശനിയുമാണ്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റീസ് ഒക്കെ വരുമ്പോൾ ഈ അനങ്ങുന്ന ഭാഗങ്ങളാണ് വാർദ്ധക്യം ബാധിച്ച് അനങ്ങാതാവുന്നത്. അപ്പോൾ ശനിയെ കൊണ്ടാണ് ആർത്രൈറ്റീസ് ചിന്തിക്കുന്നത്. അനങ്ങാത്ത ബോൺ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇടി കിട്ടുക, പൊട്ടുക, നട്ടെല്ല്, അങ്ങനെയുള്ള നട്ടലിൻ്റെയൊക്കെ വിഷയങ്ങൾ വരിക. അതുപോലെ തന്നെ മേളത്തെ ദന്തനിര ഒക്കെ വിഷയം വരിക. ഇതെല്ലാം ആക്സിഡൻസൊക്കെ നിമിത്തം ഉണ്ടാകുന്ന വിഷയങ്ങൾ. അപ്പോൾ എനിക്ക് വളരെ ചെറുപ്പത്തിൽ എൻ്റെ 14-ാമത്തെ വയസ്സിൽ രവിയുടെ ദശ നടക്കുന്ന സമയത്ത്, വേറൊരു മാരകഗ്രഹത്തിൻ്റെ അപഹാരം വരുന്ന സമയത്ത് എനിക്ക് ഒരു ആക്സിഡൻറ്റ് വരികയും വളരെ ചെറുപ്പത്തിൽ എൻ്റെ താഴത്തെ പല്ലിനൊന്നും പറ്റിയില്ല, മേളത്തെ ഒരു പല്ല് പൊട്ടിപ്പോവുകയും ചെയ്തു. അത് നല്ല ബുദ്ധിമുട്ടായി. പിന്നീടത് കുറേ അതിൻ്റെ പേരിൽ പിന്നീടൊരു സർജറിയൊക്കെ വരികയൊക്കെ ചെയ്തതാണ്. മേളത്തെ പല്ലാണ് പൊട്ടിപ്പോയത്. അപ്പം താഴത്തെ ദന്തനിരയിൽ ഒരു പ്രശ്നമില്ല. താഴത്തെ ദന്തനിര ശനിയുടെ കാരകത്വമാണ്. പക്ഷെ മേളത്തെ ദന്തനിരയാണ് വന്നിട്ടുള്ളത്. കാരണം ശനി 6-ലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ പാപഗ്രഹങ്ങൾക്ക് 6, 8, 12 നിൽക്കാം. ചില ദോഷങ്ങൾ അവർ ഒഴിവാക്കും. പക്ഷെ എന്നാൽ മാരകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ഗ്രഹവുമാണെങ്കിലും അതിൻ്റെ ദശ അപഹാര കാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ പോളിയോ അറ്റാക്ക് രവിയെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിനുണ്ടാവുന്ന ബുദ്ധിമുട്ട്, നട്ടെല്ലിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ രവിയെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും നല്ല രീതിയിൽ സ്പീഡിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള ശാരീരിക അവസ്ഥകൾ, അത് ശനിയും കൂടെ ചിന്തിച്ച് വേണം അത് പറയാൻ. അതുപോലെ തന്നെ ഹൃദയത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വിഷൻ, കാഴ്ച, വെളിച്ചമാണല്ലോ ജീവിതം, ഇരുട്ട് മൂടിപ്പോകുന്ന പോലെ, സൂര്യനില്ലെങ്കിൽ പ്രപഞ്ചം ഇരുട്ടായിപ്പോകും. അതുപോലെ തന്നെ നമ്മളുടെ ലോകത്തിൽ കാഴ്ചയില്ലെങ്കിൽ ഇരുട്ടായിപ്പോകും ജീവിതം, കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അപ്പം അവിടെ ആ വിഷൻ പ്രോബ്ലം രവിയെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സണ്ണ് മോശമാവുകയാണെങ്കിൽ 6-ലൊക്കെ നിൽക്കുക, അത് മോശമാവുകയും മാരകബന്ധമൊക്കെ വരികയും ചെയ്ത് കഴിഞ്ഞ് കുറേ കാലം ആശുപത്രി കിടക്കാൻ വരിക. അതുപോലെ തന്നെ ഫയർ നിമിത്തം തീപ്പൊള്ളലൊക്കെ സംഭവിച്ച് കുറേ കാലം ആശുപത്രി കിടക്കേണ്ടി വരിക. അതുപോലെ തന്നെ ആയുസ്സിൻ്റെ ലഗ്നത്തിൻ്റെ കാരകനാണ് രവി. ലഗ്നത്തിന് ആയുസ്സല്ലേ പ്രധാനം. അപ്പോൾ അതിൻ്റെ നാശമാണ് അഷ്ടമം. അപ്പോൾ അതിൻ്റെ കാരകന ശനി. അപ്പം ആയുസ്സിൻ്റെ വളരെ ദീർഘമായിട്ടുള്ള ആയുസ്സിൻ്റെ ലക്ഷണം തന്നെ രവിക്ക് ബലം കൂടുക എന്നുള്ളത് തന്നെയാണ്. ശനിക്കും അഷ്ടമാധിപനും ബലം കൂടണം. ശനിക്കും ബലം കൂടിയാൽ ആയുസ് കൂടും. പക്ഷേ ആയുസ് ജീവനുണ്ടെങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലോ എന്ന് പറയുന്ന ശാരീരിക അവസ്ഥകൾക്ക് കാരണമാകുന്നത് രവി മോശമാകുമ്പോഴാണ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ ഡിസീസസ്. ഒരുപാട് പഠിക്കാനുണ്ട്. ഞാനിത് വളരെ ലളിതമായിട്ടാണ്
പറഞ്ഞത് എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമായിട്ടും വളരെ ലളിതമായിട്ട് ഈ 6-ാം ഭാവാധിപതി ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, 6-ാം ഭാവത്തിൻ്റെ ഏത് രാശിചക്രത്തിൻ്റെ ഏത് ഭാവമാണ്, അതുപോലെ തന്നെ ഏത് ദ്രേക്കാണമാണെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ചിന്തിച്ച് ഫലം പറഞ്ഞുകൊള്ളുക. ഇത്രയൊക്കെയാണ് രവി 6-ൽ നിന്നാലുള്ള ഫലം. അപ്പോൾ അടുത്ത് നമുക്ക് ചന്ദ്രനാണ്. ചന്ദ്രൻ 6-ൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.